ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് പണത്തെക്കുറിച്ച്. പണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരുന്നില്ലേ? ചിലർക്ക് സന്തോഷം, ചിലർക്ക് ഭയം, ചിലർക്ക് കുറ്റബോധം. ഈ തോന്നലുകൾക്ക് പിന്നിലെ ഒരു രഹസ്യമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാ മനസ്സിൽ പണത്തെക്കുറിച്ച് ഓരോ കഥകളുണ്ട്. ആ കഥകൾ നമ്മൾ പലയിടത്ത് നിന്ന് കേട്ടുപഠിച്ചതാ. ചെറുപ്പത്തിൽ വീട്ടിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, സിനിമകളിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ. പണമുള്ളവർക്ക് അഹങ്കാരമാണ്, പാവപ്പെട്ടവർ എപ്പോഴും നല്ലവരാണ്, പണം എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും പണം നമ്മുടെ കയ്യിൽ നിൽക്കാത്തത്. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പണത്തെക്കുറിച്ച് ഒരുതരം വെറുപ്പോ പേടിയോ അല്ലെങ്കിൽ അത് കയ്യിൽ വെക്കാൻ നമുക്ക് അർഹതയില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളുണ്ട്, അവർക്ക് നല്ല ടാലൻ്റ് ഉണ്ടാവും, കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ എന്തോ കാരണം കൊണ്ട് പണം എപ്പോഴും അവർക്കൊരു പ്രശ്നമായിരിക്കും. അവർ പണത്തെ ആകർഷിക്കുന്നതിന് പകരം അകറ്റി നിർത്തുന്നത് പോലെ തോന്നും. സത്യം പറഞ്ഞാൽ ഒരുപാട് പേർ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും പോകുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണണം. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യും. നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറും. ഇതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു യഥാർത്ഥ ജീവിത അനുഭവമാണ് ഞാനെന്ന് പറയാൻ പോകുന്നത്. ഇതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു യഥാർത്ഥ ജീവിത അനുഭവമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതൊരു ചെറിയ കഥയാണ്. ജൂഡി എന്നൊരു എഴുത്തുകാരിയുടെ കഥ. അവർ വളരെ നല്ലൊരു റൈറ്ററായിരുന്നു. ഒരുപാട് പേർക്ക് അവരുടെ എഴുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം അവർക്ക് മനസ്സിലായില്ല. അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ കഴിയുന്നില്ല. അവർ സമ്പത്തിനേക്കാൾ ദാരിദ്ര്യത്തിനാണ് പ്രാധാന്യം നൽകിയത്. പണത്തിന് വേണ്ടിയല്ല ഞാൻ എഴുതുന്നത് എന്ന് അവർ പലപ്പോഴും അഭിമാനത്തോടെ പറയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജൂഡി പ്രശസ്തനായ എഴുത്തുകാരൻ ജോസഫ് മർഫിയെ കാണുന്നത്. ജൂഡി തന്റെ ചിന്തകൾ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. പണത്തിന് വേണ്ടിയല്ല ഞാൻ എഴുതുന്നത്. ജൂഡിയുടെ ഈ വാക്കുകൾ കേട്ട് മർഫി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, പണത്തിന് എന്താ കുഴപ്പം? നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക്, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം വേണ്ടേ? ജൂഡിക്ക് മർഫി പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ മർഫി തുടർന്നു, നിങ്ങൾക്ക് പണം ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കില്ല എഴുത്തിൻ്റെ ലക്ഷ്യമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടണം. നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിന് പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടാൻ പാടില്ലേ? നിങ്ങൾ പണത്തോട് ശരിയായ ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചാൽ പണം നിങ്ങളിലേക്ക് ഒരുപാട് വഴികളിലൂടെ ഓട്ടോമാറ്റിക്കായി വന്നുകൊണ്ടേയിരിക്കും. ഇത് കേട്ടപ്പോൾ ജൂഡി തൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ പുറത്തെടുത്തു. അവർക്ക് സത്യം പറഞ്ഞാൽ പണത്തിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ലോകത്ത് പണം എന്നൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ എന്ന് വരെ അവർ ആഗ്രഹിച്ചു പോയി. പണം വൃത്തികെട്ടതാണ്, അത് മനുഷ്യനെ ദുഷിപ്പിക്കും, ദാരിദ്ര്യമാണ് സത്യസന്ധതയുടെ ലക്ഷണം. നമ്മുടെയൊക്കെ മനസ്സിലുള്ള അതേ ചിന്തകളല്ലേ? അതായത് പണമാണ് എല്ലാ തിന്മകളുടെയും റൂട്ട് എന്നും, പണമെല്ലാം നശിപ്പിക്കുമെന്നും, പണക്കാരേക്കാൾ നല്ലവരും സത്യസന്ധരായവരും പാവപ്പെട്ടവരാണ് എന്നും അവർ വിശ്വസിച്ചു. അപ്പോൾ മർഫി വളരെ ലളിതമായിട്ട് ജൂഡിയോട് ഒരു കാര്യം പറഞ്ഞു. പണം സ്വയം നല്ലതോ ചീത്തയോ അല്ല, അത് ന്യൂട്രലാണ്. പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ ചിന്തകളും മോട്ടിവേഷനും മനസ്സിൻ്റെ നിയമങ്ങളെ നമ്മൾ തെറ്റായി ഉപയോഗിക്കുമ്പോഴുമാണ് കാര്യങ്ങൾ തെറ്റാവുന്നതും കഷ്ടപ്പാടുകൾ കൂടുതലുണ്ടാകുന്നതും. മാത്രമല്ല മർഫി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പണം ഒരു ഉപകരണമാണ്, ഒരു കത്തിയെ പോലെ. ഒരു ഡോക്ടർ ആ കത്തി ഉപയോഗിച്ച് ഒരാളുടെ ജീവൻ രക്ഷിക്കുമ്പോൾ അത് നല്ലതാണ്. അതേസമയം ഒരു കൊലയാളി ആ കത്തി ഉപയോഗിക്കുമ്പോൾ അത് ചീത്തയാണ്. അവിടെ കത്തിക്ക് കുഴപ്പമില്ല, അത് ഉപയോഗിക്കുന്ന ആളുടെ മനസ്സും ഉദ്ദേശവുമാണ് പ്രധാനം. അതുപോലെ തന്നെയാണ് പണവും. പണം സ്വയം നല്ലതോ ചീത്തയോ അല്ല, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മറ്റുള്ളവരെ സഹായിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും പണം ഒരു നല്ല ഉപകരണം മാത്രമാണ്. ഈ ഒരു സത്യം ജൂഡിക്ക് മനസ്സിലായപ്പോൾ അവരുടെ ജീവിതം മാറി മറിയാൻ തുടങ്ങി. ജൂഡി പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റി തൻ്റെ കഴിവുകളെ അംഗീകരിക്കാനും അതിന് പ്രതിഫലം ലഭിക്കാൻ തനിക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിക്കാനും തുടങ്ങി.
എന്നിട്ട് അവരെല്ലാ ദിവസവും രാവിലെ എഴുതാനിരിക്കുന്നതിന് മുൻപ് ഒരു ലളിതമായ കാര്യം ചെയ്തു. മനസ്സിൽ ഈ വാക്കുകൾ പറഞ്ഞു: എൻ്റെ എഴുത്തുകൾ ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാകട്ടെ. അത് വായിക്കുന്നവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ. അതിനുള്ള പ്രതിഫലം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പണം എൻ്റെ അടുത്തേക്ക് സ്വതന്ത്രമായി സന്തോഷത്തോടെ അളവില്ലാതെ ഒഴുകിയെത്തുന്നു. ഇവിടെ അവർ പണത്തിനായി യാചിക്കുകയല്ല ചെയ്തത്, അതിനെ ഭയപ്പെടുകയല്ല ചെയ്തത്. അവർ ചെയ്ത ജോലിക്ക് ഈ ലോകം നന്ദി പറയുന്നത് പോലെ അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടാൻ തുടങ്ങുന്നതായിട്ട് അവർ വിശ്വസിച്ചു. അങ്ങനെയൊരു ചിന്ത മനസ്സിൽ വെച്ച് അവർ ഓരോ ദിവസവും മുന്നോട്ട് പോയി. എന്താണ് പിന്നീട് സംഭവിച്ചതെന്നറിയോ? വെറും 3 മാസത്തിനുള്ളിൽ ജൂഡിയുടെ വരുമാനം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഇതൊരു മാജിക് അല്ല, മറിച്ച് അവരുടെ മനസ്സിൻ്റെ ശക്തിയുടെ തെളിവാണ്. പണത്തോടുള്ള അവരുടെ മനോഭാവം മാറിയപ്പോൾ ജീവിതം അവർക്ക് പണം നൽകാൻ തുടങ്ങി. ഇത് ജൂഡിയുടെ മാത്രം കഥയല്ല, നിങ്ങൾക്കും ഇത് സാധ്യമാണ്. നമ്മൾ പലപ്പോഴും പണത്തെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് വരില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ പണത്തെ സുഹൃത്തായി കണ്ടാൽ, അതിനെ സ്നേഹിച്ചാൽ അത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ സത്യസന്ധമായി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കാൻ അർഹതയുണ്ട്. അതിന് ഒരു തെറ്റുമില്ല. പണത്തെക്കുറിച്ചുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ മാറ്റിമറിച്ച് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിച്ചു നോക്കൂ. നാളത്തെ ദിവസം തുടങ്ങുന്നതിന് മുൻപ് ഈ വാക്കുകൾ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ: ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എനിക്ക് പ്രതിഫലം ലഭിക്കുന്നു. പണം എൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടെ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു. ഈ വാക്കുകൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ മനസ്സിൽ സത്യമാണെന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് പണം വരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചം നിങ്ങളോട് എത്രത്തോളം ദയ കാണിക്കുമെന്ന് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്